26 ദിവസത്തെ ബഹിരാകാശവാസം സുനിതയും വിൽമോറും തിരിച്ചെത്തി. വെറും 8 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെട്ട് അവസാനം 9 മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒടുവിലിത ഭൂനിലയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 3:27 മെക്സിക്കോ ഉൾക്കടലിലാണ് ഡ്രോൺ പേടകം സുരക്ഷിതമായി ലാൻഡ് ചെയ്തത്. പേടകത്തിനുള്ളിലുണ്ടായിരുന്ന 4 യാത്രികരെയും കപ്പലിലേക്ക് മാറ്റി. സ്ട്രെച്ചറിലാണ് ഇവരെ മാറ്റിയത്. അതിനു മുൻപ് ഒരു നിമിഷം വരെ നിവർന്നു നിൽക്കാൻ അനുവദിച്ചിരുന്നു. സുനിത വില്യംസ് ഉൾപ്പെടെ എല്ലാവരും ക്യാമറയിലൂടെ ലോകത്തെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. നിക് ഹോങ്ങും അലക്സാണ്ടറും ഗോർബുനോവും ബുച്ച് വിൽമോറുമാണ് സുനിതയ്ക്കൊപ്പം പേടകത്തിലുണ്ടായിരുന്നത്. സ്റ്റാർലൈനർ പേടകത്തിലാണ് സുനിതയും ബുച്ചും ബഹിരാകാശത്തേക്ക് പോയത്. ആ പേടകത്തിലാണ് ഇരുവർക്കും പരിശീലനം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരിച്ചുള്ള യാത്രയിൽ അവർ പേടകത്തിലെ യാത്രക്കാർ മാത്രമായിരുന്നു. അത് നിയന്ത്രിച്ചിരുന്നത് നിക് ഹേഗും അലക്സാണ്ടർ ഗോർബുനോയുമായിരുന്നു. ബോയിങ് സിംഗിന്റെ സ്റ്റാർലൈൻ പേടകത്തിന്റെ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് സുനിതയും ബുച്ചും 2024 ജൂണിൽ ISലേക്ക് പോയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചുവരികയായിരുന്നു ലക്ഷ്യമെങ്കിലും സ്റ്റാർലൈനിലുണ്ടായ സാങ്കേതിക തകരാർ മൂലം അതിലുള്ള മടക്കയാത്ര നടന്നില്ല. ഇലോൺ മാസ്കിന്റെ സ്പെയിൻ എക്സുമായി സഹകരിച്ചാണ് നാസ ഇപ്പോഴത്തെ തിരിച്ചുവരവ് സാധ്യമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്.